സ്മാർട്ട് സിറ്റിയിൽ യഥാർത്ഥത്തിൽ സ്മാർട്ടാകാൻ അവകാശമാർക്ക് ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ മായിൻ ഹാജി, ബിന്ദു കൃഷ്ണ, ജെ അജിത് കുമാർ, PS ശ്രീധരൻപിള്ള എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ മായിൻ ഹാജി, UDF യഥാർത്ഥത്തിൽ ഇന്നത്തെ സ്മാർട്ട് സിറ്റിയുടെ ഒന്നാം ഘട്ട ഉദ്ഘാടനത്തിൽ അഭിമാനം കൊള്ളുന്നത് എന്ത് കാര്യത്തിനാണ്? ശ്രീ മായിൻ ഹാജിയിലേക്ക് തിരിച്ചെത്താം. ശ്രീ അജിത് കുമാർ, താങ്കൾ എങ്ങനെ കാണുന്നു ഈ കാര്യത്തിൽ UDFന് അഭിമാനിക്കാനുള്ള കാര്യങ്ങളെ? തുടക്കത്തിൽ ഞാൻ അതിനു മുമ്പായിട്ട് ഡോക്ടർ ലാൽ ഒരു അനുമോദനവും ഒരു സന്തോഷവും കൂടെ പറഞ്ഞോട്ടെ. ഏറെക്കാലത്തിന് ശേഷമാണ് ഞാൻ നമ്മുടെ ഒരു പാനലിൽ ഒരു വികസന വിഷയം ചർച്ച ചെയ്യാനായിട്ട് വരുന്നത്. അതിന് ഇന്ന് ഈ വിഷയം തിരഞ്ഞെടുത്തതിന് പ്രത്യേകമായിട്ട് അങ്ങേ അനുമോദിക്കുന്നു. എന്നെ ക്ഷണിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. വികസനമാണോ അല്ലയോന്നാണ്? അതെ, വികസനമാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇതുവരെ നമ്മൾ ഈ രാഷ്ട്രീയത്തിലും വിവാദങ്ങളിലും കുരുങ്ങിക്കിടക്കുകയായിരുന്നു കുറേ നാളുകൊണ്ട്. അതിന്ന് എനിക്ക് തോന്നുന്നു മാന്യം ബഹുമാനരായ പ്രേക്ഷകർക്ക് ഒരു മോചനമായെന്ന് തോന്നുന്നു, ക്ഷമിക്കുക. ഇത് തീർച്ചയായിട്ടും UDF ഗവൺമെൻറ്റിൻ്റെ ഒരു സ്മാർട്ട് മൂവ് തന്നെയാണ്. ഈ കഴിഞ്ഞ 2000-ൻ്റെ ആരംഭം മുതൽ 2003-2004 ഘട്ടത്തിലാണ് സ്മാർട്ട് സിറ്റിയുടെ ഐഡിയയുടെ ബീജാഭാവം നടക്കുന്നത്. അന്ന് ഇതൊരു റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് ആദ്യം തന്നെ അതിൽ എതിർപ്പുമായി വന്നത് ഈ രാജ്യത്തെ ഇടതുപക്ഷമാണ്. ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യത്തിൽ സംഭവിച്ച പോലെ തന്നെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ശിലാസ്ഥാപന ചടങ്ങിൽ നിന്നും അത് ബഹിഷ്കരിച്ച പ്രതിപക്ഷ നേതാവ് പോലും ആ ചടങ്ങിൽ പങ്കെടുക്കാൻ സൗമനസ്യം കാട്ടാതെ മാറി നിന്നതുപോലെ ഇന്ന് കൊച്ചിയിലും നമ്മൾ രാവിലെ കണ്ടതാണ്. ഒരു പക്ഷേ ഇടതുപക്ഷ ഗവൺമെൻറ്റേതായ ആ 5 വർഷത്തെ സംഭാവനകളെ വിസ്മരിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവിടെ സംഭാവനകളും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആ പ്രോജക്റ്റിനെ തന്നെ ഒരു 10 കൊല്ലം പുറമോട്ടടിക്കുകയാണ് ഉണ്ടായത്. ഇത് എന്നേ തീരേണ്ട കാര്യമായിരുന്നു. ഇത് ഈ പറഞ്ഞ ചോദ്യം ശ്രീ അജിത് കുമാർ, ഈ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് ഇന്ന് ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ടല്ലോ. പക്ഷേ അഭിമാനിക്കാനായി കാര്യങ്ങൾ ഏറെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളാണിത് തുടങ്ങിയത് എന്ന് പറയുന്നിടത്ത് നിന്ന് ഇവിടെ വരെ എത്തിയതിൽ എന്തൊക്കെ കാര്യങ്ങൾ എടുത്തു പറയും? അതിനകത്ത് പ്രധാനമായിട്ട് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഡോക്ടർ. ഇതിനകത്ത് ഒരു വികസനം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനം ആകുമ്പോൾ രാജ്യത്തിൻ്റെ വികസനമായ സംസ്ഥാനത്തിൻ്റെ വികസനം, ഇതിനകത്ത് ഏറെ രാഷ്ട്രീയത്തിൻ്റെ ഒരു അമിതമായ ഒരു സ്വാധീനം ഇല്ലാണ്ടിരിക്കുന്നതാണ് നല്ലതാണ് എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് രാഷ്ട്രീയം കൂട്ടി കലർത്താൻ പോലും പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ വലിയ പ്രസ്ഥാനങ്ങൾ അല്ലെ വലിയ പ്രോജക്റ്റുകളൊക്കെ ഒരു സർക്കാരിൻ്റെ കാലത്തും കൊണ്ടൊന്നും തീരുന്നതായിരിക്കത്തില്ല. ഒരു 5 വർഷ കാലാവധി മതിയാവില്ല പല പദ്ധതികൾക്കും പൂർത്തീകരിക്കാൻ. ഇപ്പോൾ തന്നെ ഈ എത്രയോ കാലം കൊണ്ട് നമ്മൾ കാണുകയാണ്. ഈ വിഴിഞ്ഞം ഒരു 1/4 നൂറ്റാണ്ട് പഴക്കമുള്ള പദ്ധതിയാണ് വിഴിഞ്ഞം. അതിപ്പോഴാണ് അത് ഒരുവിധം ഒരു വാർഫിൽ അടുക്കുന്നത്, കരയ്ക്ക് അടുക്കുന്നത്. ശ്രീ അജിത് കുമാർ, ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ, ഈ സ്മാർട്ട് സിറ്റി തുടക്കത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ, അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ വിഭാവന ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത് പോലെ അല്ല ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുമ്പോൾ ഉള്ളത് എന്ന കാര്യം ഓർക്കാതെയാണോ ഇന്ന് ഇത് സ്വന്തം ക്രെഡിറ്റിലേക്ക് മാത്രം മാറ്റിവെക്കുന്നത്? അല്ല, ഇതിപ്പോൾ UDF ഗവൺമെൻറ് മാത്രം ക്രെഡിറ്റ് എന്ന് അങ്ങനെ പ്രത്യേകമായിട്ട് അവകാശപ്പെടേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് ചെയ്തിട്ടുമില്ല. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 4.5 കൊല്ലം കൊണ്ട് ഈ പദ്ധതി ആർജിച്ച ഒരു ഗതിവേഗം, അത് ആ ഒരു ആവേഗത്തിലാണ് പദ്ധതി ഇപ്പോൾ ഈ ഒന്നാം ഘട്ടത്തിൽ. ഇങ്ങനെ ഒരു ഗതിവേഗത്തിലേക്ക് അങ്ങ് പറഞ്ഞ അർത്ഥത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അത് തുടക്കത്തിൽ ഉണ്ടായിരുന്ന രൂപത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തി ഉടച്ചു വാർത്ത ആളുകൾക്കല്ലേ അതിന്റെ ഒരു ക്രെഡിറ്റിന്റെ നല്ല ശതമാനം പോകേണ്ടത്? ഇപ്പോൾ കാലാനുസൃതമായിട്ട് ഉടച്ചു വാർക്കലൊക്കെ ഇങ്ങനെ വലിയ പദ്ധതികൾക്കൊക്കെ ഉണ്ടാകേണ്ടത് ആവശ്യമുണ്ട്. സമയബന്ധിതമായിട്ട് തീർക്കേണ്ട പദ്ധതികൾ സമയബന്ധിതമായിട്ട് തീരുന്നില്ല. അതിന്റെ പേരിൽ കോസ്റ്റ് എസ്കലേഷൻ വരുന്നു. അപ്പോൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ പദ്ധതികളിലൊക്കെ വലിയ മേജർ പദ്ധതികളിലൊക്കെ അതുണ്ടാവും. ചെറിയ മാറ്റമല്ലല്ലോ ശ്രീ അജിത് കുമാർ. ഒന്നാമത് ഇതിനകത്ത് ഈ സ്മാർട്ട് സിറ്റിയിൽ എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യം ഇൻഫോ പാർക്കിന്റെ കാര്യമാണ്. ഈ ഇൻഫോ പാർക്ക് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതിനാണ് യഥാർത്ഥ കരാറിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അത് പിന്നീട് വന്ന ഇടതുപക്ഷ സർക്കാരാണ് അത് പൊതുമേഖലയിൽ തന്നെ തുടരും എന്ന് വാശി പിടിച്ച് കരാറിൽ ഉൾപ്പെടുത്തിയതും ഇൻഫോ പാർക്ക് വലിയ നേട്ടത്തിലേക്ക് ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുന്നതും. തീർച്ചയായിട്ടും ആ അർത്ഥത്തിൽ അന്നേ സ്വകാര്യ മേഖലയിലേക്ക് അത് കൈമാറിയിരുന്നു എങ്കിൽ ഇന്നത്തെ ഈ നേട്ടം, ഇപ്പോൾ സ്മാർട്ട് സിറ്റി അവകാശപ്പെടുന്ന നേട്ടം അവകാശപ്പെടാൻ ആകുമായിരുന്നു. ഇൻഫോ പാർക്ക് വലിയ കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ട്, യാതൊരു തർക്കവുമില്ല. എന്ന് തന്നെ ഇങ്ങനെയുള്ള പദ്ധതികളിൽ സർക്കാരിൻ്റെ പാർട്ടിസിപ്പേഷൻ മാത്രം കൊണ്ട് ഇങ്ങനെ മേജർ പദ്ധതികൾ നടപ്പില്ല. ഇതിനകത്ത് പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ കൂടെ മാത്രമേ ഇങ്ങനെയുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിപ്പോൾ അംഗീകരിക്കാൻ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷം കൂടെ സൗമനസ്യം കാണിച്ചു എന്നുള്ളത് അവരിലുണ്ടായ ഒരു ഗുണപരമായ മാറ്റം. അതിലുപരിയായിട്ട് ഇപ്പോൾ ഈ 2004 ഈ പദ്ധതിയുടെ ഇത് വന്നപ്പോൾ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണെന്നും പറഞ്ഞ് ആദ്യം എതിർത്ത CPM, നമുക്കറിയാം LDF കൃത്യമായിട്ടറിയാം. TCOM എന്ന് പറഞ്ഞ ദുബായ് ബേസ്ഡ് കമ്പനി ഇവിടെ വന്നപ്പോൾ അതിൻ്റെ CEO ഇവിടെ വന്ന് മാസ്കറ്റ് ഹോട്ടലിൽ താമസിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ വളരെ അങ്ങേയറ്റം അപമാനിച്ചാണ് ഇടതുപക്ഷ സംഘടനകൾ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത്. അദ്ദേഹത്തിന് പുറത്ത് കരിയോയിൽ വരെ കൊരി ഒഴിക്കുകയുണ്ടായി. അതൊന്നും മറക്കാറായിട്ടില്ലല്ലോ. ശ്രീ അജിത് കുമാർ, ഇത് റിയൽ എസ്റ്റേറ്റ് ആണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത് എന്ന് പറഞ്ഞതിന് ഒരു കാരണം ഈ ഇൻഫോ പാർക്ക് തന്നെ കൈമാറാൻ ശ്രമിച്ചതാണ്.
അതിനോടൊപ്പമുള്ള 250 ഏക്കർ ലാൻഡ് ആണ് ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ ഇൻഫോ പാർക്കുമായി ബന്ധപ്പെട്ട് പിന്നീട് വരുന്ന കാര്യങ്ങളിൽ എത്ര ശതമാനം കൺസ്ട്രക്ഷൻ IT ഇതര കാര്യങ്ങൾക്ക് വേണ്ടി ആകാമെന്ന കാര്യത്തിൽ യഥാർത്ഥ കരാറിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 8,000 സ്ക്വയർ ഫീറ്റ് എന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ നിന്ന് ഇപ്പോൾ 1,42,000 സ്ക്വയർ ഫീറ്റിലേക്ക് മാറുന്നു കാര്യങ്ങൾ. അതിൻ്റെ 85% IT ഇതര നിർമ്മാണത്തിനാണ് ഇപ്പോൾ മാറ്റിവെച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഇത് IT-ക്ക് അല്ല കൂടുതൽ പ്രാധാന്യം. ചില യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ നമ്മൾ എന്തിനു കണ്ണടയ്ക്കണം? ഇപ്പോൾ തന്നെ ടെക്നോ പാർക്ക്, ഇവിടുത്തെ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ടെക്നോ പാർക്ക് ആൻഡ് ദ ഗ്രീനസ്റ്റ് മറ്റേ ഇതാണെന്നുള്ള രീതിയിലൊക്കെ പ്രവർത്തി വളരെ ഇതായിട്ട് നമ്മുടെ ഫലം തരുന്ന ഒരു സാധനമാണ് ആ ഒരു ഇത്. ടെക്നോ പാർക്കിൽ IT കമ്പനികൾ മാത്രമല്ല ഉള്ളത്. കൃത്യമായിട്ട് പറഞ്ഞാൽ IT കമ്പനികളുടെ ഹബ്ബായിട്ട് അത് മാറിയെങ്കിൽ പോലും അവിടെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കൂടെ വേണ്ടേ? അവിടെ ഒരു സ്റ്റാർ ഹോട്ടൽ ഉണ്ടായിരുന്നിരിക്കും, അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നിരിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു കഫറ്റേരിയ ഉണ്ടായിരുന്നിരിക്കും, ഓപ്പൺ എയർ തിയേറ്റർ ഉണ്ടായിരുന്നിരിക്കും. ഇതൊക്കെ അവിടെ ജോലി ചെയ്യുന്നവരുടെയൊക്കെ കൂടെ ആവശ്യത്തിന് വേണ്ടിയുള്ള സാധനമാണ്. ചെറിയൊരു ടൗൺഷിപ്പായിട്ട് തന്നെയാണ് ഇതൊരു സ്വപ്നത്തിൻ്റെ യാഥാർത്ഥ്യ സഫലീകരണമാണ് ഇന്നത്തെ സ്മാർട്ട് സിറ്റിയുടെ ഉദ്ഘാടനം. ആ സ്വപ്നത്തിലേക്കുള്ള ആ ഒരു യാഥാർത്ഥ്യത്തിലേക്കുള്ള ചൂടുവയ്പിൽ UDF മുന്നോട്ട് കുതിക്കുമ്പോൾ പിന്നോട്ട് വലിക്കാൻ LDF ശ്രമിച്ചതെന്നുള്ളതിനെ കുറിച്ച് യാതൊരു തർക്കവുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെ തിയേറ്റർ വരുന്നു, അല്ലെങ്കിൽ അവിടെ ആംഫി തിയേറ്ററോ അല്ല അവിടെ കഫറ്റേരിയ ഉണ്ടോ, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരൊറ്റ പാക്കേജായിട്ട് വേണം കാണും. കമ്പനികൾ മാത്രം മതി, ഓഫീസ് മാത്രം മതി എന്നുള്ള സങ്കല്പമൊക്കെ പോയില്ലേ ഡോക്ടർ ലാൽ? ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ ശ്രീ PS ശ്രീധരൻപിള്ളയും കൂടി ലൈനിലുണ്ട്. ഞാൻ അദ്ദേഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ആനത്തലവട്ടം ആനന്ദനിലേക്ക് ഒന്ന് പോവുകയാണ്. അദ്ദേഹത്തിലേക്ക് പ്രതിപക്ഷത്തിന്റെ ആദ്യ പ്രതികരണം ഏതു നിലയ്ക്കാണ് ഈ ചർച്ചയിൽ എന്നാണ് അറിയേണ്ടത്. സ്മാർട്ട് സിറ്റിയോ വിഴിഞ്ഞം ഹാർബറോ കണ്ണൂർ എയർപോർട്ടോ ഇതൊന്നും വലിയ ക്രെഡിറ്റ് അവകാശപ്പെടാൻ ഇവർക്കൊരു അവകാശവുമില്ല. എന്തെന്നാൽ ഇപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ കാര്യം വേണം എടുക്കാം. ഇപ്പോൾ അതാണ് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നത്. 2005-2006 കാലത്ത് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന അവസരത്തിലാണല്ലോ സ്മാർട്ട് സിറ്റി കരാർ ഒപ്പുവെക്കുന്നത്, അല്ലേ? ആ ഒപ്പുവെച്ച കരാറിലെ അവസ്ഥ എന്താ? ഇൻഫോ സിറ്റിയുടെ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് മാത്രമല്ല, ഇൻഫോ പാർക്ക് സർക്കാരിൻ്റെ പൊതുവുടമയിലുള്ള ഇൻഫോ പാർക്ക് കൂടെ അങ്ങോട്ട് കൈമാറും. എറണാകുളം ജില്ലയിലോ തൃശ്ശൂർ ജില്ലയിലോ മറ്റൊരൊറ്റ IT സ്ഥാപനം കോട്ടയം ഉൾപ്പെടെ വരാൻ പാടില്ല. അവർക്ക് 1 ഏക്കർ ഭൂമി 1 രൂപ വെച്ച് 100 ഏക്കർ പാട്ടത്തിന് കൊടുക്കും. 100 ഏക്കർ സ്ഥലം 1 രൂപ വെച്ച് 26,470 രൂപ വില വെച്ച് ഏക്കറിന് വില വെച്ച് ബാക്കിയുള്ള ഭൂമി അവർക്ക് വിലയ്ക്ക് കൊടുക്കും. 26-29 കോടി രൂപയ്ക്ക് വിലയ്ക്ക് കൊടുക്കും. ഈ കരാറെല്ലാം ഒപ്പുവെച്ചിരുന്നു. ഇതിനെയാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് വന്നതിന് ശേഷം റദ്ദ് ചെയ്തത്. ഇൻഫോ പാർക്ക് ഇപ്പോൾ 28,000 ആളുകൾ പണിയെടുക്കുന്നുണ്ട്. അത് സർക്കാരിൻ്റെ അതുകൂടെ എവരുടെ അക്കൗണ്ടിൽ പെടുത്താനാണ് ശ്രമിച്ചത്. അത് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് റദ്ദ് ചെയ്ത്. തെറ്റോ ശരിയോ? ആർക്ക് വേണ്ടി? 2, ഇവർ അവിടെ അന്ന് പ്രഖ്യാപിച്ച 33,000 പേർക്ക് ജോലി കൊടുക്കുന്ന തരത്തിൽ ആണ് ശ്രീ ഉമ്മൻചാണ്ടി ടീകോം കമ്പനിയുമായിട്ട് കരാർ ഒപ്പുവെച്ചത്. അത് ഞങ്ങൾ റദ്ദ് ചെയ്തു ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് വന്നതിന് ശേഷം. 90,000 പേർക്ക് ജോലി കൊടുക്കത്തക്ക വിധത്തിലുള്ള 88 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടം നിർമ്മിക്കും എന്ന് വ്യവസ്ഥ ഒപ്പുവെച്ചു. ഇവിടെ നിങ്ങൾ 100 ഏക്കർ സ്ഥലം അവർക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിന് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കരാർ ഒപ്പുവെച്ചിരുന്നു. അത് റദ്ദ് ചെയ്തു. 12% ഭൂമി 29 ഏക്കർ ഭൂമി മാത്രമേ അതർ പർപ്പസിന് കൊടുക്കൂ. ബാക്കിയുള്ള IT പ്രൊഫഷണലിന് ആവശ്യമായ കെട്ടിടം നിർമ്മിക്കണം എന്ന വ്യവസ്ഥ കൊണ്ടുവന്നു. നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ വിലപ്പെട്ട കൊച്ചിയിലെ കണ്ണായ സ്ഥലം മുഴുവൻ ഈ ടീകോം കമ്പനിക്കാരന് അവന് ചുളുവത്തിന് തട്ടിയെടുക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത കരാറുണ്ടാക്കിയത് മാറ്റുകയാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ചെയ്തത്. 2009 അതിനെ സംബന്ധിച്ച് കരാർ ഒപ്പുവെച്ച് അതിനുശേഷം 1.5 വർഷക്കാലം ഈ ടീകോം കമ്പനി വീണ്ടും അവന് 4 ഏക്കർ സ്ഥലം കൂടി വേണം. എന്നിട്ട് 250 ഏക്കറായാൽ 30% ഫ്രീ ഹോൾഡായിട്ട് കിട്ടും ടോട്ടൽ ഭൂമിയുടെ. അതിന് ഡിലേ വരുത്തി അവസാനം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് പോകുന്നതിന് മുമ്പ് ദുബായ് ഗവൺമെൻറ് എഴുതി, നിങ്ങൾ മര്യാദയ്ക്ക് അത് ചെയ്യണം, ഇല്ലെങ്കിൽ കരാർ റദ്ദ് ചെയ്യുമെന്ന് പറഞ്ഞ്. ഇവർ നമ്മുടെ വിലപ്പെട്ട ഭൂമിയിൽ വന്ന് കെട്ടിടം കെട്ടുന്ന കോൺട്രാക്റ്റ് പണി മാത്രമല്ല ചെയ്യുന്നത്. കെട്ടിടം കെട്ടിയിട്ട് ഇനി അവിടെ IT കമ്പനി വരണമെങ്കിൽ പ്രൊഫഷണൽ IT കമ്പനികൾ വേറെ വരണം, വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി വരണം. ഇപ്പോൾ ഈ ഉദ്ഘാടനം നടത്തി 27 കമ്പനി വരുമെന്ന് പറഞ്ഞു. വന്നത് 2 കമ്പനി അങ്ങോട്ടാണ് പുറത്തുനിന്ന് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ കൊച്ചിയിലും പരിസരത്തുമുള്ള
യുനാനി കച്ചവടക്കാരെല്ലാവരും ഇപ്പോൾ അതിനകത്ത് എടുത്തിരിക്കുകയാണ്. ഏത് കമ്പനി വന്നെന്ന് പറയുമോ? ഇത്രയും കാലത്തിനിടയിൽ നിങ്ങൾ 5 വർഷം കാലാവധി പൂർത്തിയാക്കാൻ പോവല്ലേ? ഈ 5 വർഷത്തിനിടയിൽ എന്ത് പണിയാണ് അവിടെ ചെയ്തിരിക്കുന്നത്? ഇപ്പോഴും കെട്ടിനിർത്തിയിരിക്കുന്ന 6,07% പണിയാണ് നടത്തിയത്. ബാക്കിയുള്ള ഇനി ഈ തോതിലാണ് പോകണമെങ്കിൽ ഏതാണ്ട് ഈ നൂറ്റാണ്ട് കഴിയുന്നത് വരെ ഈ കെട്ടിടത്തിൻ്റെ പണിയുമായിട്ട് മുമ്പോട്ട് പോകും. ഇപ്പം ഞങ്ങളെ കൊണ്ട് മാത്രം കഴിയില്ല, മറ്റു ചില കമ്പനികൾ കൂടി വീണ്ടും കുറേശ്ശെ സ്ഥലം കൊടുത്ത് അവരെ കൂടെ കൊണ്ട് കെട്ടിക്കുമെന്നാണ്. കെട്ടിടം കെട്ടി അതിന് പറ്റി IT കമ്പനികളെ ക്ഷണിച്ച് അവർക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന പണി അതല്ലേ ഈ ടീകോം കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. തനി തട്ടിപ്പ് പണി, അതെന്തൊരു മഹത്തായ കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ട്. മായിൻ ഹാജി കൂടി ചേർന്നിട്ടുണ്ട്. ശ്രീ PS ശ്രീധരൻപിള്ള, മായിൻ ഹാജിയുടെ പ്രതികരണം കൂടെ കേട്ടാൽ താങ്കൾക്ക് അത് പ്രതികരിക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ശ്രീ മായിൻ ഹാജി, ശ്രീ PK കുഞ്ഞാലിക്കുട്ടി തന്നെ ഇന്ന് അവിടെ പ്രസംഗിച്ചപ്പോൾ, സ്മാർട്ട് സിറ്റിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമഫലമായി ആദ്യമായി ഉണ്ടായ ഒരു കാഷ്വൽ ടോക്കിൽ നിന്നാണ് ഈ ഐഡിയ തന്നെ വന്നത് എന്ന അവകാശവാദം അദ്ദേഹം ഉന്നയിച്ചു. അവിടെ നിന്ന് പിന്നീട് കരാറുണ്ടായി. തുടക്കത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള ഇൻഫോ പാർക്ക് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുന്നതിനുള്ള ഒരു കരാറാണ് ആദ്യമുണ്ടായത്. അതിനുശേഷം 10 വർഷം കൊണ്ട് 33,000 പേർക്ക് തൊഴിൽ എന്നുള്ള അർത്ഥത്തിലേക്കൊക്കെ ഉയർന്നത് പിന്നീട് വന്ന ഇടതുപക്ഷ സർക്കാർ ആദ്യമുണ്ടാക്കിയ കരാർ റദ്ദ് ചെയ്ത് ഇൻഫോ പാർക്കിനെ പൊതുമേഖലയിൽ നിലനിർത്തി പുതിയ രീതിയിലുള്ള കരാറുകളും ക്ലോസുകളും എഴുതി ചേർത്തത് വഴിയാണ്. ഇത് മറന്നുകൊണ്ടുള്ള ഒരു ഉദ്ഘാടന ചടങ്ങായിരുന്നോ ഇന്ന് അവിടെ നടന്നത്? പറഞ്ഞതുപോലെയുള്ള ഒരു ചർച്ച നിങ്ങൾ സംഘടിപ്പിച്ചതാ. കാരണം കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ആദ്യ ഗവൺമെന്റിൽ അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം ഒരു കാഷ്വൽ ടോക്കിലൂടെ ഉണ്ടായ ഐഡിയ പ്രകാരം സ്മാർട്ട് സിറ്റി പദ്ധതി ഉണ്ടാക്കി അതിന്റെ പ്രവൃത്തി പുരോഗമിച്ച് തുടക്കം കുറിക്കാനുള്ള സമയത്താണ് ഇടതുപക്ഷ ഗവൺമെന്റ് വന്നത്. സത്യത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് വന്ന് 5 കൊല്ലം ഈ മഹത്തായ പദ്ധതി കേരളത്തിലെ തൊഴിൽ രഹിതരായ അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് ഏറെ പ്രയോജനപ്രദമായിരുന്ന ഒരു പദ്ധതി 5 കൊല്ലം ഇടതുപക്ഷം വന്ന് തടഞ്ഞു നിർത്തുകയാണ് ചെയ്തത് എന്നത് കേരളത്തിലെ യുവാക്കൾക്കറിയാം, കേരളത്തിലെ ജനങ്ങൾക്കറിയാം. മായിൻ ഹാജി ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ. അതിനകത്ത് യാഥാർത്ഥ്യവുമായി പൊരുത്തമില്ലാത്ത 2 കാര്യങ്ങൾ തോന്നുന്നത്, ഈ ഇൻഫോ പാർക്ക് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുന്നതിനെ റദ്ദാക്കിക്കൊണ്ട് അത് പൊതുമേഖലയിൽ നിലനിർത്തിയത് ഏത് സർക്കാരിന്റെ വാശിയാണ്? ആരാണ് 33,000 തൊഴിൽ എന്നുള്ളത് 90,000 തൊഴിലിലേക്ക് ഉയർത്തിയത്? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാതെ പോകുന്നുണ്ടോ? ലാലെ പറഞ്ഞത് ഈ പറയുന്നത് 2001 കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വ്യവസായ വകുപ്പ്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് മന്ത്രിയായ വ്യവസായ വകുപ്പ് രൂപപ്പെടുത്തിയതിൽ നിന്നും ഒരു വ്യത്യാസവും കാര്യമായി ഇന്നും ഉണ്ടായിട്ടില്ല. പ്രചരണപരമായി അന്ന് അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ വക്താക്കൾ പലതും ഉണ്ടാക്കി എന്നല്ലാതെ കാര്യമായൊരു വ്യതിയാനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് അതിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ അത് യാഥാർത്ഥ്യമായപ്പോൾ നിങ്ങൾ അതിനെതിരെ ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം ചർച്ചയുമായി രംഗത്ത് വന്നത്. അതുകൊണ്ടാണ് ഇതുകൊണ്ടൊന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ. ശ്രീ മായിൻ ഹാജി, ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയോ ഇല്ല എന്നുള്ളത് 2ാമത്തെ കാര്യം. നമുക്കിവിടെ ഇപ്പോൾ യാഥാർത്ഥ്യങ്ങളാണല്ലോ ചർച്ച ചെയ്യേണ്ടത്. ഈ ഇൻഫോ പാർക്ക് പബ്ലിക് സെക്ടറിൽ നിലനിർത്തുന്നതായിരുന്നോ ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടി സഹായത്താൽ അന്നത്തെ UDF സർക്കാർ ഉണ്ടാക്കിയ കരാർ? സാഹിബ് വ്യവസായ വകുപ്പ് മന്ത്രി ആയപ്പോൾ വിഭാവനം ചെയ്ത സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്നും കാര്യമായ വ്യതിയാനമില്ലാതെയാണ് ഇന്ന് ഉദ്ഘാടനം. എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ് ശ്രീ മായിൻ ഹാജി. കാര്യമായ വ്യത്യാസമില്ല എന്ന് അങ്ങ് പറയുമ്പോൾ ഈ ഇൻഫോ പാർക്ക് പൊതുമേഖലയിലായിരുന്നോ അതോ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കരാറായിരുന്നോ ആദ്യം ഉണ്ടായിരുന്നത്? ചെയ്ത രീതിയിൽ തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിഭാവനം ചെയ്തത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിഭാവന ചെയ്തത് ആരാണ് അട്ടിമറിച്ചത്? അപ്പോൾ ഒരു കാഷ്വൽ ടോക്കിൽ രൂപപ്പെടുത്തിയെടുത്ത പദ്ധതി എന്ന് പറഞ്ഞത് 101% ശരിയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പക്ഷേ കുഞ്ഞാലിക്കുട്ടി എന്നൊരു വ്യവസായ വകുപ്പ് മന്ത്രി 2001 ഗവൺമെന്റിൽ ഇല്ലായിരുന്നുവെങ്കിൽ കൊച്ചിയിലെ ഈ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന പദ്ധതി സ്വപ്നം കാണാൻ പോലും ശ്രീ മായിൻ ഹാജി, അത് നമുക്ക് ആ കാര്യത്തിൽ ഒരു ക്രെഡിറ്റ് ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് തരുമ്പോൾ തന്നെ ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ്
ഈ പൊതുമേഖലയിൽ ഇൻഫോ പാർക്ക് നിലനിർത്താനാണ് ആഗ്രഹിച്ചത് എന്നാണ് താങ്കൾ പറഞ്ഞതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. യഥാർത്ഥം അറിയില്ല. പക്ഷേ ആ സ്വപ്നം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ അത് കരാർ ഒറിജിനൽ വന്നപ്പോൾ ആരാണ് അട്ടിമറിച്ചത്? ഒറിജിനൽ വന്നത് ഇന്ന് ഉദ്ഘാടനം ചെയ്തതായിട്ട് വലിയ മാറ്റമൊന്നും പറ്റില്ലല്ലോ. അട്ടിമറിച്ചു എന്ന് ഇവിടെ ഒരു വിഭാഗം അന്നത്തെ പ്രതിപക്ഷം പിന്നെ വന്ന ഭരണകക്ഷി വളരെ ബോധപൂർവം ഉണ്ടാക്കിയ ഒരു വലിയ പ്രചരണമല്ലേ. ശ്രീ ആനത്തലവട്ടം അതിനൊരു മറുപടി. അല്ല, ഈ അരി എത്രയെന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന് മറുപടി പറയാതെ എൻ്റെ സ്നേഹിതൻ ശ്രീ മൊയ്തീൻകുട്ടി ഹാജി ഇവിടെ ഫ്രാങ്കായി ലാലൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം എന്താ? എന്തിനാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇൻഫോ പാർക്ക് അവർക്ക് വിട്ടുകൊടുക്കാമെന്ന് കുഞ്ഞാലിക്കുട്ടിയെ, ഞങ്ങളിതുവരെ വരച്ച് ഉമ്മൻചാണ്ടിയായിരുന്നു ഇതിനകത്ത് പ്രധാന കക്ഷിയെന്ന്. ഇപ്പോൾ പറയുകയാണ് അല്ല, കുഞ്ഞാലിക്കുട്ടിയാണ് ആ പണി ചെയ്തതെന്നാണ്. അങ്ങനെ ഒരു കരാർ എന്തിനൊപ്പുവെച്ച്? നിങ്ങൾ വെറും 33,000 പേർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയുള്ള കരാറാണ് അന്ന് ഒപ്പുവെച്ചിരുന്നത്. അത് ആ കരാർ റദ്ദ് ചെയ്തു. 90,000 പേർക്ക് പണി കൊടുക്കാമെന്ന് 88 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടം കെട്ടാമെന്നുള്ള കരാർ ഉണ്ടാക്കിയത് VS അച്യുതാനന്ദൻ്റെ കാലത്തല്ലേ? അക്കാര്യം എന്താണ് തുറന്ന് സമ്മതിക്കാൻ മടി കാണിക്കുന്നത്? നിങ്ങൾ അന്ന് പറഞ്ഞ ഇൻഫോ പാർക്ക് കൂടെ വിട്ടുകൊടുത്താൽ 102 കോടിക്ക് ആ ഇൻഫോ പാർക്കും അതിനകത്തുള്ള കെട്ടിടവും 66 ഏക്കർ സ്ഥലവും കൂടി അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ കരാർ ഒപ്പുവെച്ചല്ലേ നിങ്ങൾ? അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയല്ലേ VS അച്യുതാനന്ദൻ ചെയ്തത്? ശ്രീമാൻ ഹാജി, ആനത്തലവട്ടം ആനന്ദൻ സാർ ഇത് പറയാൻ നിർബന്ധിതനാണ്. അതെങ്ങനെ? ഞാൻ ഈ ചോദ്യത്തിന് മറുപടി പറയേ. അച്യുതാനന്ദൻ ഗവൺമെന്റ് ഇതില് 90,000 പേർക്ക് ജോലി എന്ന് ഈ സ്മാർട്ട് സിറ്റി പൂർത്തിയാകുമ്പോൾ 1,00,000 വിഭാവനം ചെയ്തത്. നേരത്തെ നിങ്ങളിപ്പോഴും 90,000 എവിടെ ആര് വിഭാവനം ചെയ്തത്? തൊഴിലവസരങ്ങളാ. അതിന്റെ ഉദ്ഘാടന ഘട്ടത്തിൽ 33,000. ശ്രീ മായിൻ ഹാജി, അങ്ങനെയല്ല. അതിനകത്ത് 5 വർഷം കൊണ്ട് 5,000 പേർക്ക് തൊഴിൽ, 7 വർഷം കൊണ്ട് 10,000 പേർക്ക്, 10 വർഷം കൊണ്ട് 33,000. ആ 10 വർഷം കൊണ്ട് 33,000 എന്നുള്ളതാണ് LDF സർക്കാർ 90,000 ഉയർത്തിയത്. അതാണ് ഇപ്പോൾ ചർച്ചയിൽ വരുന്ന ഒരു കാര്യം. രണ്ടാമത്തത്, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫോ പാർക്കിന്റെ കാര്യത്തിൽ അങ്ങ് തന്നെ ഒന്ന് വഴുതി മാറുന്നത് പോലെ തോന്നുന്നുണ്ട്. അത് ശരിയാണോ? ഒരിക്കലുമില്ല. നിങ്ങൾ ഇപ്പോൾ തന്നെ പറയുന്ന സ്മാർട്ട് സിറ്റി ഈ പിന്നെ IT അധിഷ്ഠിത വ്യവസായങ്ങൾക്കല്ലാതെ കൊടുക്കുന്നു. അത് ഒരു ബോധപൂർവമുള്ള തെറ്റിദ്ധരിപ്പിക്കലല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഇന്ത്യ ഗവൺമെന്റിന്റെ IT സെസ് പോളിസി എന്ന് പറയുന്ന ഒരു പോളിസി ഉണ്ട്. എന്റെ 2 ചോദ്യങ്ങൾക്ക് ശ്രീ മായിൻ ഹാജി ഉത്തരം പറയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോ മൂന്നാമത്തെ ഒരു വിഷയത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്ന് ഞാൻ അനുമാനിച്ചു കൊള്ളട്ടെ. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്. ഒരു IT സെസ് പോളിസി ഉണ്ട് ഇന്ത്യ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക്. അതിൽ പറയുന്നത് IT അധിഷ്ഠിത പാർക്കുകളിൽ IT അധിഷ്ഠിത വ്യവസായങ്ങൾ മാത്രമായാൽ അവിടെയുള്ള ഈ വ്യവസായികളും അതുമായി ബന്ധപ്പെട്ട ജനങ്ങളൊക്കെ എങ്ങനെ ജീവിക്കും? ശ്രീ മായിൻ ഹാജി, ഈ IT അധിഷ്ഠിതമല്ലാത്ത കാര്യത്തിൽ ഈ ഭൂമിയിൽ നടത്തേണ്ട നിർമ്മാണ പ്രവർത്തനത്തെ കുറിച്ച് ഈ കരാറിൽ പറയുന്നത് അടുത്ത 10 വർഷം കഴിഞ്ഞ് വരുന്ന അന്നത്തെ സർക്കാർ തീരുമാനിക്കണമെന്നാണ്. ഈ സ്മാർട്ട് സിറ്റിയുടെ ഡയറക്ടർ ബോർഡ് പോലുമല്ല. ഇപ്പോൾ അവിടെ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു. ഈ അനുവദിച്ചിരിക്കുന്ന സ്ഥലത്തിന് പുറത്ത് IT ഇതര കാര്യങ്ങൾക്കുള്ള നിർമ്മാണം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ കാര്യത്തിൽ 10 വർഷം കഴിഞ്ഞ് വരുന്ന സർക്കാരാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് ഈ കരാറിൽ പറയുന്നത്. അതും അങ്ങേക്കറിയില്ലേ? നിങ്ങള് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ IT സെസ് പോളിസി എന്ന് പറയുന്ന ഒരു പോളിസി ഉണ്ട്. ആ പോളിസിക്ക് വിധേയമായ സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ സ്മാർട്ട് സിറ്റിയിൽ IT അധിഷ്ഠിത വ്യവസായങ്ങൾ വരുവാനും അത് നിലനിൽക്കുവാനും അതുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ മറ്റ് അനുബന്ധ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ആശുപത്രി വേണം, അവരുടെ മക്കൾക്ക് സ്കൂൾ വേണം, അവർക്ക് അവർക്ക് ഭക്ഷണം വേണം, ഇത്തരം കാര്യങ്ങൾക്കുള്ള സ്പേസ് ഒഴിച്ചു വെക്കണ്ടേ? മായിൻ ഹാജി, ആദ്യം ഭക്ഷണം വേണം, ആദ്യം കിടന്നുറങ്ങണം എന്നുള്ളത് തീരുമാനിക്കുന്നതിന് മുമ്പ് അവിടെ ആ പദ്ധതി വരട്ടെ. ഇന്നിപ്പോ 27 സ്ഥാപനങ്ങൾ വന്നു എന്ന് പറഞ്ഞതിനകത്ത് IT അനുബന്ധമായി വന്നത് ഇപ്പോൾ ശ്രീ ആനത്തലവട്ടം പറയുന്നത് 2 സ്ഥാപനങ്ങൾ മാത്രം എന്നാണ്. ബാക്കിയെല്ലാം കൊച്ചിക്ക് ചുറ്റുമുള്ള യുനാനി കച്ചവടക്കാരാണെന്നാണ് ശ്രീ ആനത്തലവട്ടം പറയുന്നത്. അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ അതിനകത്ത് ഏതോ ബാങ്കിന്റെ ബ്രാഞ്ച് ഉണ്ട്, മറ്റേതൊക്കെയോ കാറ്ററിംഗ് സർവീസുകളൊക്കെ ഉണ്ട് എന്ന് കേൾക്കുന്നു. അത് ബഹുമാനപ്പെട്ട ആനന്ദൻ സാറിന്റെ ഒരു പദപ്രയോഗം മാത്രമാണത്. അതിൽ കാര്യമൊന്നുമില്ല.
അല്ലല്ലല്ല, ഞാൻ പറഞ്ഞത് എന്നാൽ ആ കമ്പനിയുടെ വരുന്ന കമ്പനിയുടെ വിദേശ കമ്പനികളുടെ പേരൊക്കെ ഒന്ന് പറയാമോ? ഇവിടെ വന്ന ഈ ടെക്നോ പാർക്കുള്ള പ്രസിദ്ധമായ കമ്പനികളുണ്ട്, ആ കമ്പനികൾ പോലെ ഉണ്ട്. വിപ്രോ വന്നിട്ടില്ല, അതുപോലെ തന്നെ ഇൻഫോ പാർക്ക് ഉള്ള കമ്പനികൾ വന്നിട്ടില്ല. പ്രധാനപ്പെട്ട ഇവിടെയുള്ള TCS, ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ ഇല്ല, അതൊക്കെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്പനികൾ, അവർ പോലും വന്നിട്ടില്ല. സാറ് എന്നോട് ചോദ്യം ചോദിച്ച് എനിക്ക് മറുപടി പറയാനുള്ള അവസരം ദയവ് ചെയ്ത് അങ്ങ് അനുവദിക്കൂ. തീർച്ചയായും തീർച്ചയായും. പക്ഷെ ചോദ്യത്തിന് മറുപടി പറയുന്നില്ല, ചോദ്യം വിട്ടിട്ട് വേറെ മറുപടി. ശ്രീ മായിൻ ഹാജി പറയൂ. വിപ്രോയിലേക്ക് ഒന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ സിമ്പിളായ ഒരു കാര്യം ചോദിക്കുന്നു. ബഹുമാനപ്പെട്ട യുവതി നമ്മുടെ നാട്ടുകാരനാണ്, നമ്മളെ മലയാളിയാണ്, നമ്മളെ മണ്ണിന്റെ മണമുള്ളവനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു മൾട്ടി നാഷണൽ എന്ന നിലയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കില്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു മൾട്ടി നാഷനാണ്. അദ്ദേഹം ഒരു വ്യവസായ ഭീമനാണ്, യാതൊരു സംശയമില്ല. വ്യവസായത്തിന്റെ എല്ലാ പൊക്കള് കണ്ടുപിടിച്ച ആളാണ് അദ്ദേഹം. ശ്രീ മായിൻ ഹാജി യൂസഫ് അലി മൾട്ടിനാഷണൽ ആക്കി അവതരിപ്പിച്ചുകൊണ്ട് സ്മാർട്ട് സിറ്റി മുഴുവൻ അദ്ദേഹം നടത്തുമെന്നാണോ നിങ്ങൾ കരാറിൽ പറഞ്ഞിരുന്നത്? സാറാ വഴിക്ക് പോകാത്തോണ്ടാണ്, അദ്ദേഹം അവിടെ മുതൽ മുടക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹം മുതൽ മുടക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ അത് ശ്രീ മായിൻ ഹാജി, യൂസഫ് അലിക്ക് കേരളത്തിൽ ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി കേരള സർക്കാർ ഇത്രയധികം കഷ്ടപ്പെട്ട് ഇത്രയും വലിയ കരാർ ഉണ്ടാക്കി വലിയ ലാഭമൊന്നും നീക്കി വെച്ച് കൊടുക്കേണ്ടതില്ല. അദ്ദേഹം അതിനേക്കാൾ വലിയ മനസ്സുള്ള വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അല്ലാതെ തന്നെ ഇവിടെ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങും. നിങ്ങൾ പറഞ്ഞത് അതല്ല, IT സ്ഥാപനങ്ങൾ, വിദേശ കമ്പനികൾ 27ഓളം സ്ഥാപനങ്ങൾ ഇന്ന് തന്നെ അവിടെ ഉണ്ടാകുമെന്നാണ്. അതിനകത്ത് വ്യക്തമായ കാര്യങ്ങൾ, വിദേശ കമ്പനികളുടെ പേര്, ഒരു വലിയ നിര നിങ്ങൾക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുമോ? സാറേ, അത് വിദേശ കമ്പനി തന്നെയാണ്. യൂസഫ് അലിയുടെ കമ്പനിയും വിദേശ കമ്പനിയാണ്. നിങ്ങൾ പറയുന്ന വിപ്രോ പോലെ മാത്രമുള്ള വലിയ ഭീമന്മാരെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അവരാണ് യഥാർത്ഥ കുത്തകകൾ. നിങ്ങൾ പണ്ട് പറഞ്ഞല്ലോ, അറ്റതടിച്ചു, വെള്ള കൊഴുത്തു, കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ തന്നെ. ഇന്ന് കോരന്മാരും ഇത്തരം രംഗത്തുണ്ട്. അവർക്കാണ് അവസരം UDF ഒരുക്കുന്നത്. നിങ്ങൾ കാണുന്നത് വിപ്രോ, ടാറ്റ പോലെയുള്ള സംഗതികളെ നിങ്ങൾ കാണാം, വിപ്രോ, ഇന്റൽ പോലെയുള്ള സംഗതികളെ നിങ്ങൾ കാണാം. ഞങ്ങള് കേരളത്തിന്റെ മണ്ണിന്റെ മണമുള്ള സംരംഭകർ തയ്യാറുണ്ടെങ്കിൽ അവരെ അതിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കും. ശ്രീ മായിൻ ഹാജി, ഒരു കാര്യം കൂടി താങ്കളോട് ഈ ഘട്ടത്തിൽ ചോദിച്ചിട്ട് ഞാൻ ശ്രീ ആനത്തലവട്ടത്തിലേക്കും മറ്റതിഥികളിലേക്കും പോകാം. അതായത് ഞാൻ തുടക്കം തൊട്ട് ചോദിക്കുന്ന ഇൻഫോ പാർക്കിൻ്റെ കാര്യത്തിലെ കരാറിലെ ഭാഗം കൃത്യമായി സർക്കാരിനും കേരളത്തിലെ ജനങ്ങൾക്കും അനുകൂലമാകുന്ന രീതിയിലേക്ക് മാറ്റിയത് LDF സർക്കാരാണെന്ന കാര്യത്തിൽ അങ്ങ് തർക്കിച്ചിട്ടില്ല. മാറ്റമുണ്ടായി എന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. ഒന്നതാണ്, അതിലെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ ഇപ്പോൾ? LDF സർക്കാരിന്റെ കാലത്ത് ഒരു സുപ്രധാനമായ മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല. ഈ പ്രോജക്ട് കേരളത്തിലെ ജനങ്ങൾക്ക്, കേരള സംസ്ഥാനത്തിന് പൊതുവെയും ഗുണകരമായി മാത്രം വിഭാവനം ചെയ്ത പ്രോജക്റ്റാണ്. പിന്നെ അത് കേരളത്തിന് ഗുണകരമാക്കി മാറ്റി എന്ന് അവകാശപ്പെടുന്നത് തനിച്ച വിഡ്ഢിത്തമാണ് എന്റെ പ്രിയപ്പെട്ട ലാലേ. അതിനകത്ത് പബ്ലിക് സെക്ടർ കമ്പനിയാക്കി നിലനിർത്തിക്കൊണ്ട് 28,000 പേർക്ക് ഇപ്പോൾ തന്നെ തൊഴിൽ കൊടുത്തിരിക്കുന്നു. 5,000 എന്ന 5 വർഷം കൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്, 7 വർഷം കൊണ്ട് 10,000, 33,000 10 വർഷം കൊണ്ട് പറഞ്ഞത്. ഇപ്പൊ 28,000 തന്നെ വന്നിരിക്കുന്നത് ഈ ഇൻഫോ പാർക്ക് പൊതുമേഖലയിൽ നിൽക്കുമ്പോഴാണ്. ഇതിനെയാണ് അന്നേ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാൻ വേണ്ടി കരാറിൽ വന്നത്. അത് LDF സർക്കാർ ചെയ്തതാണെങ്കിൽ അതൊരു ചെറിയ കാര്യമായി മായിൻ ഹാജി കാണണോ? രാഷ്ട്രീയം മറക്കൂ മായിൻ ഹാജി. ചെറിയ കാര്യം മാത്രമല്ല, വലിയ കാര്യം. കേരളത്തിലെ യുവാക്കളെ മുന്നിൽ കണ്ടുകൊണ്ട്, കേരളീയ സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, കേരള സംസ്ഥാനത്തിന്റെ ഗുണം ലക്ഷ്യം വെച്ചുകൊണ്ട് തുടങ്ങിയ പദ്ധതിയാണിത്. ആ പദ്ധതിക്ക് പിന്നെ ഒരാൾ വന്ന് കേരളത്തിനെ ഗുണകരമാക്കി മാറ്റേണ്ട ഒരു കാര്യമില്ല, ഒരാവശ്യമില്ല. അതൊരു വിടുവായത്വം മാത്രമാണ്. ശരി, ശ്രീ ഓക്കെ, ഞാൻ തിരിച്ചെത്താം. ശ്രീ മായിൻ ഹാജി ദയവായി തുടരുക. ശ്രീ അജിത് കുമാർ, താങ്കളിപ്പോൾ മായിൻ ഹാജി പറഞ്ഞതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത് ഈ കാര്യത്തിനകത്ത് ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രി, ഈ ഇൻഫോ പാർക്കിൻ്റെ കാര്യത്തിൽ ചിന്തിച്ച കാര്യം, അദ്ദേഹം വിഭാവന ചെയ്ത കാര്യം, പിന്നീട് LDF സർക്കാരെങ്കിലും അത് കരാറിൽ മാറ്റം വരുത്തി തുടങ്ങി എന്നാണ് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. അതായത് ഇതിനിടയ്ക്ക് അതല്ലാത്ത രീതിയിലേക്ക്, ഇത് സ്വകാര്യ മേഖലയ്ക്ക്, റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളിലേക്ക് മാറ്റാൻ ശ്രമിച്ചത് പിന്നെ ആരാണ്? ഇല്ല, ശ്രീ മായിൻ ഹാജി പറഞ്ഞ ഒരു കാര്യത്തോട് വിയോജിക്കാൻ കഴിയില്ല. ശ്രീ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്തും അദ്ദേഹം വ്യവസായവും IT വകുപ്പുകളുടെ ചുമതല വഹിച്ചിരുന്നതാണ്.
അതിനു മുൻപ് നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരു 4 നൂറ്റാണ്ട് പിന്നിടുന്ന നമ്മുടെ ഈ മുമ്പേ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ടെക്നോ പാർക്കും അതിൻ്റെ ബീജാഭാവം നടന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഒരുപാടുണ്ടായിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിലേക്ക് അത് എത്തിയതിനൊക്കെ അവരുടെ സംഭാവനകൾ നമ്മൾ വിലമതിക്കേണ്ടതാണ്, അത് അവഗണിക്കാൻ പാടില്ല. പക്ഷേ ഈ കഴിഞ്ഞ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ 2006-2011 LDF സർക്കാരിൻ്റെ കാലത്ത് ഈ തുടർച്ചയായ ചർച്ചകൾ നടന്നു എന്നുള്ളതല്ലാതെ 2 അടി മുന്നോട്ട് പോകുമ്പം 3 അടി പിന്നിലേക്ക് പോകുന്ന അവസ്ഥയാണ് കഴിഞ്ഞ 2006-2011 കാര്യത്തിലാണെന്ന് ശ്രീ ആനത്തലവട്ടം നേരത്തെ പറഞ്ഞു. അല്ല പറയട്ടെ, നടത്തേണ്ടി വന്നു അന്നത്തെ സർക്കാരിന്. അതുകൊണ്ട് അന്ന് കേരളത്തിലുണ്ടായ നഷ്ടം എത്രയാണെന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം. ഇത്ര ഈ IT ഉള്ള ഈ എക്സ്പോർട്ട് എന്ന് പറയുന്ന കോടികളിലേക്ക് നമ്മളൊരു ചെറിയ സംഭാവന മാത്രമേ റിയൽ എസ്റ്റേറ്റ് വഴി പോകുമായിരുന്ന ആളുകൾക്ക് കിട്ടാവുന്ന നഷ്ടം മാത്രമേ ഉള്ളൂ. അല്ല, അങ്ങനെ അതിനെ കാണുന്നതിന് തെറ്റാണെന്ന് ഞാൻ പറയും. ഇത് അതിനകത്ത് റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പൊന്നും അല്ല. ഇവിടെ ഇപ്പൊ തന്നെ 1ാം ഘട്ടത്തിൽ ഇത്ര ഈ പറഞ്ഞ പോലെയുള്ള ശരി, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് പിന്നീട് വന്ന 2011 മുതൽ 2016 വരെ എത്തിയിരിക്കുന്ന ഈ UDF സർക്കാർ അന്ന് LDF വരുത്തിയ മാറ്റങ്ങളെ തിരിച്ചു പഴയ രീതിയിലേക്ക് കൊണ്ടുപോയില്ല? ഒന്നത്. രണ്ടാമത്, ഇത്രയധികം താമസം എന്തുകൊണ്ട്? ഈ 1ാം ഘട്ടം ഇത്ര വരെ വൈകി ഉദ്ഘാടനം ചെയ്തത് എന്തുകൊണ്ടാണ്? അല്ല അതിനകത്ത് മാറ്റം അതിനകത്ത് ഈ മാറ്റം എന്ന് പറയുന്നത് രാഷ്ട്രീയ LDF ഗവൺമെന്റ് ഒരു കാര്യം ചെയ്തു, അത് തിരിച്ചുടനെ അത് തിരിച്ച് ചെയ്യുക എന്നുള്ളതൊന്നും ജനദ്രോഹപരമാണെങ്കിൽ മാറ്റണ്ടേ? അല്ല പറയട്ടെ, അങ്ങനെ ഒരു സർക്കാർ ചെയ്ത കാര്യം അത് തിരിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു പ്രവണത ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ഇത് സ്റ്റേറ്റിന് അനുഗുണമാണ്, സ്റ്റേറ്റിന്റെ താല്പര്യത്തിന് അത് ഗുണകരമാണ്. മനസ്സിലാകുന്നത് അന്ന് LDF വരുത്തിയ മാറ്റം സ്റ്റേറ്റിന് ഗുണകരമാണെന്നല്ലേ എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണല്ലോ. തന്നെയല്ല, അതിനോടകം തന്നെ പുതിയ അഗ്രിമെന്റും വന്നു. പിന്നെ ആ അഗ്രിമെന്റിൽ നിന്ന് ഈ സർക്കാരിന് പുറകോട്ട് പോകാൻ കഴിയില്ല. ശ്രീ മായൻഹാജി, അതുകൊണ്ടാണ് മനസ്സിലാകാത്തത് ഈ LDF സർക്കാർ അന്ന് വരുത്തിയ മാറ്റം ജനങ്ങൾക്ക് ഉപകാരപ്രദമായതുകൊണ്ടാണ് പിന്നീട് ഇപ്പോ ഈ UDF സർക്കാർ തിരുത്തലുകൾ വരുത്താതെ അതുമായി മുന്നോട്ട് പോയത് എന്നുള്ളത് എന്തുകൊണ്ടാണ്? ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. എന്ന് തന്നെയല്ല, ഒരു സർക്കാർ വരുത്തിയ മാറ്റങ്ങൾ പിന്നീട് വരുന്ന സർക്കാരിന് പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല കരാറുകൾ. ശ്രീ മായൻഹാജി ടെലിഫോൺ ലൈനിലുണ്ടെങ്കിൽ പറഞ്ഞല്ലോ, കേരളത്തിന് ഇത്രയേറെ ഗുണകരമാകുമായിരുന്ന പ്രോജക്ട് 5 കൊല്ലം പുറകോട്ട് പിടിച്ചു വലിച്ച് അത് നശിപ്പിക്കാൻ ശ്രമിച്ച ഇടതുപക്ഷത്തിന്റെ കരാളാത്വത്തിൽ നിന്നും അതിനെ മോചിപ്പിച്ച് അത് നടപ്പിലാക്കുക എന്നതായിരുന്നു. ശരി, അവരെന്താണ് ചെയ്തത് ശ്രീ മായൻഹാജി? ആ 5 വർഷം ഇത് പുറകോട്ട് പിടിച്ചു വലിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? 5 വർഷം തന്നെ 2001 മുതൽ 2006 വരെ ഇതിന്റെ മുഴുവൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അത് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ നിങ്ങളെ വന്ന് അത് ഉടച്ചത്. നിങ്ങൾ പറയാൻ തെറ്റിദ്ധരിക്കരുത്. ഇടതുപക്ഷം വന്ന് അത് ഉടക്ക് വെച്ചു. പിന്നീട് 2011 UDF വന്നതിന് ശേഷമല്ലേ അതിൽ കാര്യമായ ഇളക്കുണ്ടായത്. ഇവിടെ പറഞ്ഞതുപോലെ ചർച്ചയല്ലേ അച്യുതാനന്ദ കാര്യമായിട്ട് നടത്തിയത്. കരാറിൽ ചില മാറ്റങ്ങളും വരുത്തി. കരാറിൽ വരുത്തിയ മാറ്റങ്ങൾ നിങ്ങൾ വന്നിട്ട് മാറ്റിയില്ലല്ലോ. ലോക പ്രശസ്തമായ കമ്പനിയായ ടീകോമിന്റെ MD കള്ള് കുടിക്കാനാണ് കേരളത്തിൽ വരുന്നത് എന്ന് പറയാൻ ധൈര്യം കാണിച്ച മുഖ്യമന്ത്രിയല്ലേ നമ്മൾ അച്യുതാനന്ദൻ. കേരളീയർ ഒട്ടാകെ തലതാഴ്ത്തി അത് കേട്ടപ്പോ കേരളത്തിലെ യുവാക്കളൊക്കെ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ എന്ത് ചർച്ച നടത്തുന്നില്ല? ഇന്നത് യാഥാർത്ഥ്യമായി. ഇന്ന് യാഥാർത്ഥ്യമായി ഇന്ന് യാഥാർത്ഥ്യമായി 7% സ്ഥലം കെട്ടിടം കെട്ടി ഇവിടെയുള്ള ഞുണ്ണം കമ്പനികളെയൊക്കെ വിളിച്ച് അവിടെ കൊണ്ട് വെച്ചപ്പോ സ്മാർട്ട് സിറ്റി യാഥാർത്ഥ്യമായ ആളല്ലേ ബഹുമാനപ്പെട്ട അസഹിഷ്ണുതക്കെതിരെ ഒരുപാട് പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ. സത്യം പറയുമ്പോൾ താങ്കൾ അസഹിഷ്ണുത നിങ്ങൾ അസത്യം പറയുന്നു എന്നുള്ളത് കൊണ്ടാണ്. ശ്രീ മായൻഹാജി വളരെ സഹിഷ്ണുതയുള്ള ആളാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷെ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരില്ല എന്നുള്ള ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ. ശ്രീ മായൻഹാജി, എൻ്റെ ഒരു ചോദ്യം ഇതാണ്. ഇപ്പോൾ ശ്രീ ആനത്തലവട്ടം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്മാർട്ട് സിറ്റി ഇപ്പോൾ എല്ലാം തികഞ്ഞ് ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുമ്പോൾ ഈ 1ാം ഘട്ടം 2ാം ഘട്ടം എന്ന ഉദ്ഘാടനം ഇങ്ങനൊരു വിഭാവന ചെയ്തത് ആരാണ്? അതിൽ 1ാം ഘട്ടത്തിൽ ഈ പറഞ്ഞ രീതിയിലാണോ അന്നേ നിങ്ങൾ വിഭാവന ചെയ്തത്? അതിൽ 27 കമ്പനികളിൽ യൂസഫ് അലിയും ബാക്കി കൊച്ചിക്കാരും എന്നുള്ളതാണോ? സ്ക്വയർ ഫീറ്റ് IT ബിൽഡിംഗ് ആണ് ആദ്യഘട്ടത്തിൽ വിഭാവനം ചെയ്തത്. അതല്ലേ ഒന്ന് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തത്. നിങ്ങൾ ക്ഷമിക്കൂ, ഒന്നുകൂടി അത് വ്യക്തമാക്കാമോ? ഉദ്ഘാടനം ചെയ്തത് മുഴുവൻ IT കമ്പനികൾ വരും സാർ. ബേജാറാലി IT കമ്പനികൾ എത്തിയിട്ടില്ല. ഇപ്പോൾ ബാക്കിയുള്ള അവർക്കുള്ള ഹോട്ടലും ബാക്കി കാര്യങ്ങളും ആയതെന്നാണ് പറയുന്നത്. അത് വരും. അപ്പൊ ഇന്ന് പറഞ്ഞ 27 കമ്പനികൾ ഇവർക്കുള്ള ആഹാരം ഉണ്ടാക്കുന്ന കമ്പനികളാണ്. ഇത് കേരളത്തിന് ഗുണകരമായ അതിൽ ആദായം ഉണ്ടായെങ്കിലല്ലേ കേരളത്തിന് ഗുണകരമായിട്ട് അതിന്റെ ഗുണം കിട്ടുള്ളൂ. കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കണം, കേരള ഗവൺമെന്റിന് നീതി കിട്ടണം. നിങ്ങളറിയോ 18,000 കോടിയാണ് കേരളത്തിന്റെ IT വരുമാനം കഴിഞ്ഞ കൊല്ലം.
അത് ഈ സ്മാർട്ട് സിറ്റി യാഥാർത്ഥ്യമായ സാഹചര്യത്തിൽ അടുത്ത ഒരു കൊല്ലം കഴിയുമ്പോഴത്തേന് 24,000 കോടിയിലേക്ക് എത്തും. യെസ്, തീർച്ചയായിട്ടും ശ്രീ മായിൻ ഹാജി ദയവായി തുടരുക. ശ്രീ ആനത്തലവട്ടം, ഇപ്പൊ ശ്രീ മായിൻ ഹാജി പറയുന്നത് അനുസരിച്ച് IT കമ്പനികൾ ഈ ഒന്നാം ഘട്ടത്തിൽ വിഭാവനയിൽ ഇല്ല. അവർ വരുമ്പോൾ ഉണ്ടാകേണ്ട മറ്റു പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്ന കമ്പനികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിനാണ് ബാങ്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഹോട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ IT-യുമായി ബന്ധപ്പെട്ട മേഖലയിലെ തൊഴിലവസരങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ അവകാശപ്പെടാൻ ഇല്ല. ക്ഷമിക്കൂ സാർ, അല്ല, എന്നോടാണ് ചോദിച്ചത്. പറഞ്ഞോളൂ ശ്രീ ആനത്തലവട്ടം. എൻ്റെ ബഹുമാന്യ സുഹൃത്ത് മായിൻ ഹാജിയോട് ചോദിക്കട്ടെ. ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും കൂടി ചേർന്ന് 2005 അവർ ഭരിക്കുന്ന അവസരത്തിൽ ഒപ്പുവെച്ച കരാർ, ആ കരാർ അനുസരിച്ച് 33,000 പേർക്ക് ജോലി കൊടുക്കുന്ന സ്ഥാപനം ഉണ്ടാക്കാനാണ്. ആ 33,000 എന്നുള്ളത് VS അച്യുതാനന്ദൻ വന്ന് ആ കരാർ 90,000 പേർക്ക് ജോലി കൊടുക്കുന്ന 88 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടം ഉണ്ടാക്കണമെന്ന് കരാർ ഒപ്പുവെപ്പിച്ചു. 2, ഇൻഫോ പാർക്ക്, സർക്കാരിൻ്റെ ഉടമസ്ഥയുള്ള പൊതുമേഖലാ സ്ഥാപനമായ ഇൻഫോ പാർക്ക് അവർ കൂടി വിട്ടുകൊടുക്കണമെന്ന് നിങ്ങളൊരു കരാർ ഒപ്പുവെച്ച് അത് റദ്ദ് ചെയ്തു. വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് മാറ്റി. നിങ്ങൾ അതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവിടെ ഫ്രീ ഹോൾഡായിട്ട് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാമെന്ന് നിങ്ങൾ സമ്മതിച്ചിരുന്നതിനെ അച്യുതാനന്ദൻ വന്ന് അത് വെട്ടിക്കുറച്ചു. ഫ്രീ ഹോൾഡ് ഭൂമിയെ സംബന്ധിച്ചുള്ള വ്യവസ്ഥ ഉണ്ടാക്കി. ഇതെല്ലാം ചെയ്ത അച്യുതാനന്ദൻ ഈ കേരളത്തിൽ വേണ്ടിയിട്ടാണോ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടാണോ ചെയ്തത്? അതല്ല, നിങ്ങളുണ്ടാക്കിയ കരാർ ടീകോം കമ്പനിക്ക് കേരളത്തിൻ്റെ കണ്ണായ സ്ഥലം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്താൻ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ? ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്തിരിക്കുന്നത് 7% കെട്ടിടമാണ് 5 വർഷം നിങ്ങൾ ഭരിച്ചപ്പോൾ പൂർത്തിയാക്കിയത്. അച്യുതാനന്ദൻ 5 വർഷം കൊണ്ട് ഇത് കാലതാമസം വരുത്തിയെന്നാണല്ലോ പറയുക. ഈ കരാർ അവർ ഒപ്പുവയ്ക്കാൻ തയ്യാറല്ല. അതിൻ്റെ ഫലമായിട്ടാണ് കാലതാമസം. ഈ ഇൻഫോ പാർക്ക് അടക്കം അവർക്ക് കൊടുക്കണമെന്നുള്ള വാദഗതിയിൽ അവർ ഉറച്ച് നിങ്ങൾ കൊടുക്കാമെന്ന് സമ്മതിച്ചു പോയി. ആ സമ്മതിച്ചെടുത്ത് അവർ ഉറച്ചു നിൽക്കുമ്പോൾ ആ കരാർ തിരുത്താതെ എങ്ങനെ അവിടെ പണി തുടങ്ങാനൊക്കെ? എന്നിട്ട് തന്നെ 2010 അവസാനമായപ്പോൾ അവരുമായി ഫുൾ എഗ്രിമെൻ്റായി. അവരതെല്ലാം സമ്മതിച്ചു. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് പറയുന്നതനുസരിച്ച് ഞങ്ങളിതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞെല്ലാം സമ്മതിച്ചു. കരാർ ഒപ്പുവെച്ചതിന് ശേഷം 1.5 വർഷക്കാലമാണ് കേന്ദ്ര ഗവൺമെൻറ് അനുമതി തരാതെ തടഞ്ഞിട്ടത്. അതിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കേണ്ടത് ഈ കരാറെടുത്ത കമ്പനിയാണ്. ആ ടീകോം കമ്പനി ഒളിച്ച് കളിച്ച് നടന്ന് കളിച്ച് എന്തിനാ ആ ഗവൺമെൻറ് പോയി ഉമ്മൻചാണ്ടിയുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും ഗവൺമെൻറ് വരുമ്പോൾ വീണ്ടും സൗജന്യം കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് അതിന് നിങ്ങൾ സൗജന്യം കൊടുത്തു. 52 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടം വീണ്ടും കെട്ടാൻ നിങ്ങൾ അനുമതി കൊടുത്തു. അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് കാലത്ത് പറഞ്ഞു 10 വർഷം കഴിഞ്ഞ് കെട്ടിടം ഏതെങ്കിലും കെട്ടണമെങ്കിൽ അതിന് ഗവൺമെൻറ് അനുമതി തരുമെന്ന് പറഞ്ഞ് ഈ 52 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടം കിട്ടുന്നതിൽ 15% മാത്രമേ IT-ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതുള്ളൂ. ബാക്കി 85%വും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിന് ഉപയോഗിക്കാമെന്നുള്ള കരാറാണ് നിങ്ങൾ ഒപ്പുവെച്ചത്. ശ്രീ മായിൻ ഹാജി, അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു മാറ്റമാണ് ഇപ്പോൾ പറഞ്ഞതിനകത്ത് വരുന്നത്. അതായത് 10 വർഷം കഴിഞ്ഞ് അന്നത്തെ സർക്കാർ തീരുമാനിക്കേണ്ട കാര്യം ഇന്ന് തന്നെ ഈ പറയുന്ന കമ്പനികൾക്ക് കൂടുതൽ IT ഇതര നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ 85%-ഓളം ആ സ്പേസ് കൊടുക്കുന്നത് ഈ പറയുന്ന ഇനി വരാൻ പോകുന്ന വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ? എന്താണ് മറുപടി? ഹലോ ശ്രീ മായിൻ ഹാജി, ഹലോ പറഞ്ഞോളൂ. ശ്രീ മായിൻ ഹാജി കേൾക്കാം. ഓഡിയോ പ്രശ്നമാണ്, അദ്ദേഹത്തെ ഉടനെ തന്നെ നമുക്ക് കിട്ടേണ്ടതുണ്ട്. ശ്രീ അജിത് കുമാർ, എന്താണ് അതിന് പ്രതികരണം? ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരുപാട് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നമ്മൾ വല്ലാണ്ട് ഡിസ്റ്റോർട്ട് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ചിത്രമല്ല പലപ്പോഴും ഈ പല പരാമർശങ്ങളും ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒന്നാം ഘട്ടത്തിൽ പിന്നെ 400 കോടി രൂപ മുടക്കി 6 ലക്ഷം സ്ക്വയർ ഫീറ്റ് 6.5 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണല്ലോ ഇപ്പോൾ അവിടെ കെട്ടിടം ആദ്യത്തെ ഉണ്ടായിരിക്കുന്നത്, ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. രണ്ടാം ഘട്ടത്തിൻ്റെ തറക്കല്ലിടിലും ഇന്ന് പ്രവർത്തന ഉദ്ഘാടനവും ഇന്ന് നടന്നിരിക്കുന്നു. അപ്പോൾ ഇത് ഈ ഡോക്ടർ ലാലു മുമ്പേ ചോദിച്ച പോലെ എന്തുകൊണ്ട് ഓരോ ഫേസ് ബൈ ഫേസ് അല്ലെങ്കിൽ സ്റ്റേജ് ബൈ സ്റ്റേജ് എന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള ഒരു മെഗാ പ്രോജക്റ്റിന് എല്ലാം കൂടെ പെട്ടെന്ന് നമുക്ക് ഒരു അലാവുദ്ദീൻ അത്ഭുതങ്ങളൊക്കെ തിരുമി ഇതുണ്ടാക്കുന്ന പോലെ കഴിയില്ലല്ലോ. ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ വികസന പദ്ധതികൾ നടക്കുകയുള്ളൂ. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്നുള്ള രീതിയിൽ ഇത് പ്ലാൻഡായിട്ട് സമയബന്ധിതമായിട്ട് ഒന്നാം ഘട്ടം പൂർത്തീകരിക്കാൻ ഈ UDF സർക്കാർ പ്രതിജ്ഞാബദ്ധമായിരുന്നു. ആ പ്രതിജ്ഞ അവർ നിറവേറ്റിയിരിക്കുന്നു. കേരളത്തിന്റെ വലിയൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ UDF വലിയൊരു സംഭാവന. ശ്രീ മായിൻ ഹാജി, നേരത്തെ ശ്രീ ആനത്തലവട്ടം ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. 10 വർഷം കഴിഞ്ഞ് അന്നത്തെ സർക്കാർ തീരുമാനിക്കണമെന്ന് VS സർക്കാർ ഉണ്ടാക്കിയ കരാറിലുള്ള കാര്യങ്ങൾ പോലും അട്ടിമറിച്ചുകൊണ്ട് ഇപ്പോൾ 85%-ഓളം സ്ക്വയർ ഫീറ്റ്
IT ഇതര കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ നിർമ്മിക്കാൻ അവകാശം നൽകിയിരിക്കുന്നത്, പണി തുടങ്ങിയിരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അല്ല ലാലെ, അത് തനിച്ച തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലുള്ള ഒരു ഒരു പ്രസ്താവനയാണിത്. കാരണം കേന്ദ്ര സർക്കാരിന്റെ IT സെസ് പോളിസി അനുസരിച്ച് 50-50 പറഞ്ഞത്. അതുകൊണ്ട് മാത്രമാണ് 50% വരെ IT ഏതര വ്യവസായങ്ങൾക്ക്, IT ഏതര സംരംഭങ്ങൾക്ക് ഇത് കൊടുക്കാൻ കേരള ഗവൺമെന്റ് നിർബന്ധിതരായത്. അത് ഏത് സമയത്തെ കേരള ഗവൺമെന്റ് ആണ് ആ തീരുമാനം എടുക്കേണ്ടത്? ശ്രീ മൈൻ ഹാജി, ഞാൻ പറയട്ടെ ലാലു വല്ലാതെ ബഹുമാനപ്പെട്ട ആനന്ദൻ സാർ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി എന്തോ പറഞ്ഞതിൽ ലാലു വല്ലാതെ ആവേശക്കൊള്ളല്ല. ബഹുമാനപ്പെട്ട ആനന്ദൻ സാർ പറഞ്ഞത് ശരിയല്ല. മൈൻ ഹാജിക്ക് ടെലിഫോൺ കട്ട് ചെയ്തെങ്കിലും രക്ഷപ്പെടാം എന്റെ ചോദ്യത്തിൽ നിന്ന്. ഇവിടെ ആ സൗകര്യം ഇല്ലല്ലോ. പറയരുത്, ഞാൻ അങ്ങനെ രക്ഷപ്പെടുന്ന ആളല്ലല്ലോ, ഞാൻ നിന്ന് പോരുതല്ലോ. അവിടെ ലാലിന് എന്നെ അറിയില്ലേ, ഞാൻ അങ്ങനെ രക്ഷപ്പെട്ടു പോകില്ല, ഞാൻ യാത്രയിലായതുകൊണ്ട്. ശരി, കൃത്യമായി ഈ ചോദ്യത്തിന് മറുപടി ഒന്ന് പറയൂ ശ്രീ മൈൻ ഹാജി. ഉടനെ വിളിച്ചോളൂ. ഞാൻ പറഞ്ഞല്ലോ, ഈ സ്മാർട്ട് സിറ്റി പൂർത്തിയാകുന്നതോടുകൂടി 50% IT അധിഷ്ഠിത വ്യവസായങ്ങൾക്കും 50% വരെ അതിനോട് ബന്ധപ്പെട്ട IT ഏതര സംഗതികൾ, അതിൽ റിയൽ എസ്റ്റേറ്റ് ഒന്നും ഉണ്ടാവില്ല, അതുമായി ബന്ധപ്പെട്ട് വരുന്ന മനുഷ്യർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളാണ് IT ഏതര സംരംഭങ്ങൾ എന്ന് പറയുന്നത്. അവർക്ക് ആശുപത്രി വേണം, അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നടത്താനുള്ള സൗകര്യങ്ങൾ വേണം, അവർക്ക് കോമൺ ഫെസിലിറ്റീസ് വേണം, അവർക്ക് അതുപോലെ മറ്റ് ക്യാൻറ്റീനുകൾ വേണം, ഹോട്ടലുകൾ വേണം, ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാനുള്ള സാധനം വാങ്ങാനുള്ള സൗകര്യങ്ങൾ വേണം, ഇതുപോലെയുള്ള അവർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ വേണം. അങ്ങനെയുള്ള സൗകര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആനന്ദൻ സാർ ഇത് റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്, റിയൽ എസ്റ്റേറ്റ് അത് പണ്ട് ബഹുമാനപ്പെട്ട അച്യുതാനന്ദ സാർ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. ശരി, പക്ഷേ ഈ പറയുന്ന കാര്യത്തിൽ 52 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അങ്ങ് മൈൻ ഹാജി ഇപ്പോൾ സൂചിപ്പിച്ച കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ഈ കരാർ അനുസരിച്ച് IT സ്പെഷ്യൽ എക്കണോമിക് സോണിൽ പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ കരാറിൽ അനുസരിച്ച് ഉണ്ടാക്കിയ ഈ കരാറിൽ പറയുന്നത് അനുസരിച്ച് 10 വർഷം കഴിഞ്ഞു വരുന്ന സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. അത് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഈ കരാർ നിലവിലുള്ള ഒരു സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള കരാറിനെ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ പൗരന്മാർക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, നമ്മുടെ രാജ്യത്ത് നിയമമുണ്ടല്ലോ. ആ പൗരനാണ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ. അതിൽ പൗരന്മാരെ പ്രതിനിധീകരിക്കുകയാണ് ശ്രീ ആനത്തലവട്ടവും ചെയ്യുന്നത്. നടപടി ആ രൂപത്തിൽ ചെയ്യാൻ സാധിക്കുമോ? കാരണം കരാറിലൊന്നും ഒരു ലംഘനമില്ല, കരാറിൽ ഉൾപ്പെട്ട സംഗതികൾ മാത്രമേ ഇവിടെ നടത്തിയിട്ടുള്ളൂ എന്നതുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും സാധിക്കുകയുമില്ല. ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള കരാർ, എഴുതപ്പെട്ട കരാറിനനുസരിച്ച് മാത്രമാണ് ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാം ഘട്ടമായി പ്രഖ്യാപിച്ച IT ബിൽഡിംഗ് 6.5 ലക്ഷം സ്ക്വയർ ഫീറ്റാ. അതിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത്. ഇത് സ്മാർട്ട് സിറ്റി വിഭാവനം ചെയ്തത് UDF ഗവൺമെന്റ് ആണ്. സ്മാർട്ട് സിറ്റി തറക്കല്ലിട്ടത്, പ്രവൃത്തി ആരംഭിച്ചത് UDF ഗവൺമെന്റ് ആണ്. അത് ഉദ്ഘാടനം ചെയ്തത് UDF ഗവൺമെന്റ് ആണ്. അതിന്റെ അന്തിമ പൂർത്തീകരണവും UDF ഗവൺമെന്റ് തന്നെയാണ് എന്ന് ജനങ്ങൾ വിധി എഴുതാൻ പോവുക. ശരി, അപ്പോ ഇതിനിടയ്ക്കുള്ള കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന LDF സർക്കാർ എന്താണ് ചെയ്തത് എന്ന് അവർ പറയുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനമായി അവർ അവകാശപ്പെടുന്നത് ഇൻഫോ പാർക്ക് എന്ന് പറയുന്ന ഇതിനകത്തുള്ള ഒരു സ്ഥാപനമാണ്. ആ ഇൻഫോ പാർക്ക് നിങ്ങൾക്ക് ഇന്ന് ഉദ്ഘാടന വേദിയിൽ അഭിമാനിക്കാൻ തക്കവണ്ണം പാകത്തിൽ ഉയർന്നു നിൽക്കുന്നത്, അത് 28,000 പേർക്ക് തൊഴിൽ നൽകി നിൽക്കുന്നത് LDF സർക്കാരിന്റെ ഇടപെടൽ കൊണ്ടാണ് എന്ന് പറയുന്നതിനെ മൈൻ ഹാജി ഇപ്പോഴും എതിർത്തിട്ടില്ല. ഞാൻ അതിനെ എതിർക്കുക എന്നല്ല, അങ്ങനെ ഒരു സംഗതി ഇല്ലാത്തതാണ്, തനിച്ച കെട്ടിച്ചമച്ച കഥയാണ് എന്ന് ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്. പിന്നെ അതിന് പ്രത്യേകമായിട്ട് ഞാൻ എതിർപ്പ് രേഖപ്പെടുത്തുന്നു എന്ന് അസംബ്ലിയിലൊക്കെ പ്രസംഗിക്കുന്നതുപോലെ ശരി ശ്രീ മൈൻഹാജി, അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എന്താണ് താങ്കളുടെ എതിർപ്പ്? ആ ഇൻഫോ പാർക്കിന്റെ കാര്യത്തിൽ തുടക്കത്തിലുണ്ടായിരുന്ന കരാറും പിന്നീട് വന്ന മാറ്റവും എങ്ങനെയാണ് വിശദീകരിക്കുക എന്ന വലിയ പ്രശ്നം വരുന്നത് അവിടെയാണ്. ഈ ഇൻഫോ പാർക്ക് ഇന്നത്തെ രൂപത്തിലേക്ക് മാറിയത് എങ്ങനെ എന്ന് അങ്ങ് അപ്പോൾ വിവരിക്കേണ്ടി വരും. UDF അംഗീകരിക്കാത്ത ഒരു കണ്ടീഷൻ ആരുണ്ടാക്കിയാലും UDF നടപ്പിലാക്കൂലല്ലോ ലാലെ. UDFന് ഉൾക്കൊള്ളാൻ പറ്റുന്ന കണ്ടീഷനുകൾ മാത്രമേ UDF നടപ്പിലാക്കുള്ളൂ. ഒരു ഗവൺമെന്റ് അങ്ങനെ ചെയ്തു വന്നത് കൊണ്ട് മാത്രമേ പൂർത്തീകരിക്കൂല. അപ്പൊ UDF നേരത്തെ വിഭാവനം ചെയ്ത സ്മാർട്ട് സിറ്റിയുടെ
പൂർത്തീകരണമാണ് UDF വിഭാവനം അതായത് ശ്രീ മായിൻ ഹാജി അതിൽ പറഞ്ഞു നിന്ന് ചില വരുന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി ശ്രീ മായിൻ ഹാജി പറഞ്ഞു വരുന്നത് 2005 UDFന്റെ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ എന്തൊക്കെ കാര്യങ്ങൾ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിനു മുമ്പ് UDF പക്ഷെ അങ്ങനെയല്ല തീരുമാനിച്ചിരുന്നത്. ആ കരാറിൽ UDFന്റെ തീരുമാനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് LDF പിന്നീട് വന്നപ്പോൾ തിരുത്തിയതായിരുന്നു അന്നത്തെ ആദ്യത്തെ UDFന്റെ തീരുമാനം. ഇതാണോ ശ്രീ മായിൻ ഹാജി പറയുന്നത്? ഞാൻ പറഞ്ഞത് ജനങ്ങൾ കേട്ടിട്ടുണ്ട്, അവർക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ അതിലൊരു വ്യാഖ്യാനമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ മലയാളമാണ് സംസാരിക്കുന്നത്, ജനങ്ങൾക്ക് മലയാളം കേട്ടാൽ മനസ്സിലാവുകയും ചെയ്യും. ലാലത് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. UDF ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്മാർട്ട് സിറ്റി അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. അതിന്റെ ഇടയിൽ ഉണ്ടാക്കിയത് ഒരു കാലതാമസം മാത്രമായിരുന്നു. ഇടതുപക്ഷ ഗവൺമെന്റ് ആ കാലതാമസം കൊണ്ട് രക്ഷപ്പെട്ടത് ഇൻഫോ പാർക്ക് എന്നൊരു സ്ഥാപനം പൊതുമേഖലയിൽ നിലനിൽക്കുന്നു. ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന കാര്യം അവിടെ പ്രാവർത്തികമായില്ല. 5 കൊല്ലം ആ മഹൽ സംരംഭത്തെ പിറകോട്ട് പിടിച്ചു വലിച്ചു. അതുവഴി കേരളത്തെ 50 കൊല്ലത്തേക്ക് പിറകോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നല്ലാതെ ഒരു കാതലായ മാറ്റവും LDF ഉണ്ടാക്കിയിട്ടില്ല. ശരി, ഇന്നിപ്പോ സ്മാർട്ട് സിറ്റി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ വിഭാവന ചെയ്യുന്ന അർത്ഥത്തിൽ ഒന്നാം ഘട്ടം മുന്നോട്ട് പറയുന്നത് അടുത്ത ഘട്ടത്തിന്റെ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ പൂർത്തീകരണവും ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോണത്. ഇപ്പോ ഇത് ഒറിജിനൽ അതിൽ എന്ത് അസഹിഷ്ണുത കാട്ടിയിട്ടും കാര്യമില്ല. ഇന്നിപ്പോ ഇത് ഒറിജിനൽ കരാറിൽ നിന്ന് മാറി എത്രമാത്രം മുന്നോട്ട് പോയി? ഇനി എന്തൊക്കെയാണ് ഇതിനകത്തുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ? ഒരു കരാറിൽ നിന്നും മാറ്റമില്ല, ഒരു കരാറും ലംഘിച്ചിട്ടില്ല. കൃത്യതയോടുകൂടി അത് പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോൾ, ഒരു കരാറും അന്തിമമായത് പൂർത്തീകരിക്കുമ്പോൾ അതിന് നിലവിലുള്ള കരാറിൽ നിന്നും ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. ഈ 2016 ഫെബ്രുവരി 20 വരെ ഇതിന്റെ ഉദ്ഘാടനം ശ്രീ മായിൻ ഹാജി 2016 ഫെബ്രുവരി 20 വരെ ഈ സ്മാർട്ട് സിറ്റിയുടെ ഉദ്ഘാടനം ഇങ്ങനെ നീണ്ടുപോയത് എന്തുകൊണ്ടാണ്? നീണ്ടുപോയത് അതിനിടയിൽ അച്യുതാനന്ദന്റെ ഒരു ഗവൺമെന്റ് വന്നതുകൊണ്ട്. അത് 2011 പോയല്ലോ ആ സർക്കാർ. 2011 വരെ ഒരു കേരളത്തിന്റെ ഒരു കരി കാലഘട്ടം, ഒരു കരാള കാലഘട്ടം എന്ന് പറയാവുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടായിപ്പോയി. അതുകൊണ്ട് തന്നെ 2011 ആ സർക്കാർ പോയല്ലോ. 2016 LDF ഗവൺമെന്റ് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ പ്രോജക്ടിന്റെ അന്തിമ പ്രോജക്ടിന്റെ പൂർത്തീകരണ ഉദ്ഘാടനമായിരിക്കുമായിരുന്നു എന്ന് ഉമ്മൻചാണ്ടി നിർവഹിക്കുക. ശ്രീ മായിൻ ഹാജി, എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇന്നിപ്പോ ഉദ്ഘാടനം ചെയ്ത അർത്ഥത്തിലേക്ക് ഈ കാര്യങ്ങൾ 2011 വന്ന സർക്കാരിന് ഇത്രയും വൈകി മാത്രമേ നടത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. 2006 മുതൽ 2011 വരെ കിട്ടിയിട്ട് ഒരു കല്ല് അവിടെ കൊണ്ടുപോയി വെക്കാൻ കഴിയാത്ത ആളുകളാണ് അപ്പുറത്തുള്ള ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ഗവൺമെന്റ്. എന്നിട്ട് 5 കൊല്ലം കൊണ്ട് ഇത്രയും മഹത്തായ സംരംഭത്തെ തുടങ്ങി ഉദ്ഘാടനം ചെയ്ത ഗവൺമെന്റിന്റെ പ്രവൃത്തിയെ ചെറുതായി പറയാൻ ബഹുമാനപ്പെട്ട ലാലിന് എങ്ങനെ സാധിക്കുന്നു? ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇങ്ങനെയും സാധിക്കുമോ? സുഹൃത്തെ, ഒരു കാര്യം കൊണ്ട് ഒന്ന് ചോദിച്ചത് താങ്കൾ അതിന് ഇതുവരെ ചോദ്യത്തിനൊന്നും മറുപടി പറഞ്ഞില്ല, ഇനിയും പറയില്ല എന്ന് എനിക്കറിയാം. ഞാൻ എന്നാലും വീണ്ടും ആവർത്തിക്കുകയാണ്. സെൻറ്റിന് 26,740 രൂപ വെച്ച് 136 ഏക്കർ സ്ഥലം 26 കോടി രൂപയ്ക്ക് ടീകോം കമ്പനിക്ക് നിങ്ങൾ കരാറുണ്ടാക്കിയിരുന്നില്ലേ? കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയും കൂടി 2005-2006 കാലഘട്ടത്തിൽ അത് റദ്ദ് ചെയ്തു. VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് ഒന്ന് പറഞ്ഞല്ലോ, 2006 മുതൽ 2011 വരെ ഒരു കല്ലും എടുത്ത് വെച്ചില്ലെന്ന്. ഈ കരാർ റദ്ദ് ചെയ്യാൻ വന്നാൽ ടീകോം കമ്പനിക്കാരൻ സമ്മതിക്കുമോ? നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ടി കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമവും നടത്തില്ലേ? അല്ല, ഞാൻ പറഞ്ഞു തരട്ടെ 100 ഏക്കർ സ്ഥലം ഏക്കറിന് 1 രൂപ വെച്ച് പാട്ടത്തിന് കൊടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചില്ലേ? 100 ഏക്കർ സ്ഥലം 1 രൂപ വെച്ച് ഏക്കറിന് പാട്ടത്തിന് കൊടുക്കാൻ തീരുമാനിച്ചില്ലേ? VS അച്യുതാനന്ദൻ വന്നല്ലേ അത് റദ്ദ് ചെയ്തത്? അത് കേരളത്തിൻ്റെ ഭൂമിയല്ലേ? മോയിൻകോട്ടിക്ക് ഹാജിക്കും എനിക്കും കൂടി അവകാശപ്പെട്ട ഭൂമിയല്ലേ? അതെങ്ങനെ പാട്ടത്തിന് കൊടുക്കാൻ തീരുമാനിച്ചത് കേരളത്തിൻ്റെ താല്പര്യമാണോ? ഈ നാട്ടിലെ യുവാക്കളുടെ താല്പര്യമാണോ? ഇനി മറ്റൊന്ന്, ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ് 10 വർഷം കൊണ്ട് 33,000 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന കരാറാണ് ഉണ്ടാക്കിയത്. കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയും കൂടി. അത് LDF ഗവൺമെൻറ് വന്ന് 90,000 പേർക്ക് പണി കൊടുക്കുന്ന കരാറാക്കി മാറ്റി. കേരളത്തിൽ ദോഷമാണോ LDF ഗവൺമെൻറ് ചെയ്തത്? യുവാക്കൾക്ക് ദോഷമാണോ LDF ഗവൺമെൻറ് ചെയ്തത്? ഇനി മറ്റൊന്ന്, സർക്കാരിൻ്റെ വിഹിതം 9% മതിയെന്ന് നിങ്ങൾ കരാറിൽ ഒപ്പുവെച്ച് VS അച്യുതാനന്ദൻ വന്നത് 16% മാറ്റി.
ഫ്രീ ഹോൾഡ് ഭൂമി 100 ഏക്കർ ഭൂമി ഇഷ്ടമുള്ള ബിസിനസ്സിന് കൊടുക്കാനായിട്ട് നിങ്ങൾ കരാർ ഒപ്പുവെച്ച് VS അത് വന്ന് 29.5 ഏക്കറാക്കി ചുരുക്കി. ആരാണ് ഈ രാജ്യത്തിൻ്റെ താല്പര്യവും കേരളത്തിൻ്റെ യുവാക്കളുടെയും താല്പര്യം സംരക്ഷിക്കാതെ? നിങ്ങളാണോ അത് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റാണോ? 5 വർഷക്കാലം നിങ്ങൾ പറഞ്ഞു ഉദ്ഘാടനം നടത്തിയ ആ ഗവൺമെൻറ് കാലാവധി കഴിഞ്ഞ് പോകുന്ന അവസരത്തിൽ എല്ലാ വ്യവസ്ഥകളും ഉറപ്പാക്കി ഈ പുതിയ കരാർ ഒപ്പുവെച്ചിട്ടാണ് പോയത്. അതിനുശേഷവും നിങ്ങൾ വന്ന് എന്താ ചെയ്തിരിക്കുന്നത്? 52 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടം നിർമ്മിക്കാൻ അച്യുതാനന്ദൻ ഉണ്ടാക്കിയ കരാറനുസരിച്ച് 10 വർഷത്തിന് ശേഷം വരുന്ന ഗവൺമെൻറ് അനുമതിയോടുകൂടി മാത്രമേ ഇതിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ പാടുള്ളൂ. നിങ്ങൾ അതിനും കൂടി കൊടുത്തു. ഈ വ്യവസ്ഥകൾക്ക് ഇതിനെല്ലാം മറുപടി പറയുന്നതിന് പകരം VS അച്യുതാനന്ദൻ വന്ന് 5 വർഷക്കാലം ഒരു കല്ല് പോലും എടുത്തു വെച്ചില്ല. VS അച്യുതാനന്ദൻ വന്ന് നിങ്ങളുടെ കരാർ അനുസരിച്ചുള്ള വസ്തുവിലാണ് കരാർ പ്രകാരം കല്ലെടുത്ത് വെച്ചെങ്കിൽ ഇന്നിവിടെ വിഴിഞ്ഞം ഹാർബർ അദാനിയുടെ പോർട്ടായതുപോലെ അദാനിയുടെ പോർട്ടായതുപോലെ ഈ സ്മാർട്ട് സിറ്റിയും 266 ഏക്കർ സ്ഥലവും ടീകോം കമ്പനിക്കാരൻ്റെതായി മാറുമായിരുന്നു, കേരളത്തിൻ്റെതാകുമായിരുന്നില്ല. അതാണ് നിങ്ങൾ ഉണ്ടാക്കിയ കരാറിന്റെ ഡോക്ടർ ലാൽ, ഒരു കാര്യം നമ്മൾ മറന്നു പോകുന്നുണ്ട്. ഈ വികസനം എന്ന് പറയുന്നത് തുടർ പ്രക്രിയയാണ്. സർക്കാരുകൾ മാറി മാറി വരുമായിരിക്കും. പക്ഷേ ഒരു എഗ്രിമെന്റ് വെച്ചിട്ട് ഒരു മെഗാ പ്രോജക്റ്റ് ഒരിക്കൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പൂർത്തീകരണം വരെയുള്ള സകല വ്യവസ്ഥകളും ഏത് സർക്കാർ വന്നാലും പാലിക്കപ്പെടണം. ഇപ്പൊ 2020 മാത്രമാണ് ആ കടമ മാത്രമാണ്. അല്ലല്ല, ഇപ്പൊ ഇവിടെ ഇതൊന്നും തർക്ക വിഷയമാക്കേണ്ട. ഇത് ഫ്രീ ഹോൾഡായിട്ട് കൊടുക്കാനാണോ അല്ലെങ്കിൽ ഏക്കറിന് പാട്ടത്തിന് ഏക്കറിന് 1 രൂപ വെച്ച് കൊടുക്കാനാണോ എന്നുള്ള അതിൻ്റെയൊക്കെ ആ തർക്ക വിതർക്കങ്ങളുടെ കാലം കഴിഞ്ഞു. നമ്മളിപ്പോൾ വേറൊരു വലിയ കുതിച്ചാട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അതിൻ്റെ അടുത്ത ഘട്ടം 2020 പൂർണ്ണമായിട്ട് മുഴുവൻ വിവിധ ഘട്ടങ്ങളായിട്ട് പ്രോജക്റ്റ് തീരുകയാണ്. ആ പ്രോജക്റ്റ് 2020 തീരുമ്പോൾ 240 ഏക്കർ സ്ഥലത്ത് 1,140 കോടി ചതുരശ്ര കെട്ടിടങ്ങൾ ഉയരും. അവിടെ IT വ്യവസായം മാത്രമല്ല വരുന്നത്. ആ കാര്യത്തിലാണ് നമുക്ക് നേരത്തെ തർക്കം ഉണ്ടായിരുന്നത്. ഈ സർക്കാരിന് ഇപ്പോൾ അതിൽ ഇടപെടാനുള്ള അവകാശം ഉണ്ടായിരുന്നുവെന്ന്. ഏറ്റവും അവസാനം ശ്രീ ആനത്തലവട്ടം ഈ പറഞ്ഞ കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ. ഇപ്പോൾ ഒരു കാര്യം കൂടെ അജിത്തടക്കം മനസ്സിലാക്കിയിരിക്കണ്ട. ഇപ്പോൾ ടീകോം കമ്പനിക്കാരൻ തന്നെ ഇനിയുള്ള കെട്ടിടം നിർമ്മിക്കാൻ ബാംഗ്ലൂരിലുള്ളൊരു കമ്പനിക്കും മറ്റൊരു കമ്പനിക്കും അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. 12 ലക്ഷം ഒരു കൂട്ടർക്ക്, 12 ലക്ഷം ഒരു കൂട്ടർക്ക്, അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന. അല്ലാതെ ഇവരിപ്പോൾ ഏതാണ്ട് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെ പണിയിലായിട്ടുണ്ട് ടീകോം. ഞങ്ങളെ കൊണ്ടാവില്ല. അവരെ 27,000 കോടി രൂപ മുടക്കേണ്ട സ്ഥാനത്ത് 400 കോടി രൂപയും മുടക്കി 7% കെട്ടിടവും കെട്ടി വെച്ചിട്ട് കുതിച്ച് കയറ്റം സ്മാർട്ട് സിറ്റി. ചർച്ചകളിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ദയവായി ക്ഷമിക്കുക ശ്രീ അജിത് കുമാർ. വെറും യുനാനി കടകൾ മാത്രമല്ല വരുന്നത്. ദുബായിലുള്ള IT കമ്പനികളിൽ, മാൾട്ട എന്നുള്ള IT കമ്പനികളൊക്കെ ഇങ്ങോട്ട് വരുമെന്ന് ഇന്നലെ തന്നെ ഈ ഇതിന്റെ വൈസ് ചെയർമാനായ വരാനിരിക്കുകയാണ്. 4 മാസം എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. അത് എത്തിയതിന്റെ കണക്കാണ് ചോദിച്ചത്. അത് ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ നമുക്ക് ആ തർക്കത്തിലേക്ക് പോകാൻ സാധിക്കില്ല. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ മായിൻ ഹാജി, ശ്രീ അജിത് കുമാർ.